നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ 3 മാസത്തെ ലോക്ക്ഡൌണിന് ശേഷം സൗദി അറേബ്യ സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്യത്തെ നഗരങ്ങളും ചെറുപട്ടണങ്ങളും ഗ്രാമങ്ങളും ഉൾപ്പെടെ മുഴുവൻ മേഖലകളിലും കർഫ്യൂ പൂർണ്ണമായും നീക്കി ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. കർഫ്യൂ പിൻവലിക്കുന്നതോടെ എല്ലാ സാമ്പത്തിക വാണിജ്യ സ്ഥാപനങ്ങളും പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങും. കോവിഡിനെ നേരിടാൻ മാർച്ച് 23-നാണ് രാജ്യത്ത് ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയത്. അതായത് ഭാഗിക നിരോധനാജ്ഞയായിരുന്നു നടത്തിയിരുന്നത്. പിന്നീട് അത് സമ്പൂർണ്ണ കർഫ്യൂ ആക്കി മാറ്റുകയും ചെയ്തു. ഇതിനോടകം തന്നെ 1.5 ലക്ഷത്തിലേറെ പേർക്കാണ് COVID-19 സൗദിയിൽ മാത്രം സ്ഥിരീകരിച്ചത്. ആയതിനാൽ തന്നെ മെയ് 26-ന് കർഫ്യൂ ഭാഗികമായി നീക്കം ചെയ്ത് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് കർഫ്യൂ സമ്പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ടുള്ള പുതിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. സൗദി അറേബ്യയിൽ ജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിക്കുമെന്ന ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള കോവിഡ് സ്ഥിതി വിലയിരുത്തൽ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കർഫ്യൂ പിൻവലിക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് അനുമതി നൽകിയതെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ സൗദിയിലെ പ്രവാസികൾ അറിഞ്ഞുകൊള്ളുക, കർഫ്യൂ നീക്കം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ജൂൺ 21 മുതൽ, അതായത് ഞായറാഴ്ച മുതൽ രാജ്യത്തെ മുഴുവൻ ഭാഗങ്ങളിലും കർഫ്യൂ പൂർണ്ണമായും പിൻവലിക്കും. വാണിജ്യ സാമ്പത്തിക കച്ചവട സ്ഥാപനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക എന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എല്ലാ മേഖലകളിലും അംഗീകൃത രോഗപ്രതിരോധ മുൻകരുതൽ പ്രോട്ടോകോളുകൾ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. സാമൂഹിക അകലം പാലിക്കുകയും മുഴുവൻ ആളുകളും മൂക്കും വായും മൂടുകയും മാസ്ക് ധരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. കൂടിച്ചേരലുകൾ 50 ആളുകളിൽ കവിയാൻ പാടുള്ളതല്ല. ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിനും അവലോകനത്തിനും വിധേയമാണ്. ഉംറ സന്ദർശന യാത്രകൾക്കുള്ള വിലക്ക് തുടരുന്നതായിരിക്കും. ആരോഗ്യ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമിടയ്ക്കിടെ അവലോകനം ചെയ്യും. അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കും കര കടൽ അതിർത്തികളിലൂടെയുള്ള യാത്രാ ഗതാഗതത്തിനുമുള്ള വിലക്ക് തുടരുകയും ചെയ്യും. കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ലംഘിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തും. പൗരന്മാരും രാജ്യത്തുള്ള വിദേശികളും തൊഴിലുടമകളും സ്വന്തം ഉത്തരവാദിത്വം നിർബന്ധമായി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ആരോഗ്യ സുരക്ഷാ നിബന്ധനകളും ബന്ധപ്പെട്ട വകുപ്പുകളുടെ നിർദ്ദേശങ്ങളും നിർബന്ധമായും പാലിക്കുകയും ചെയ്യണം. കോവിഡിനെ നേരിടാനുള്ള മാർഗങ്ങൾ അറിയാനും ആരോഗ്യ നിർദ്ദേശങ്ങൾ ലഭിക്കാനും തവക്കൽന, തബാഊത്ത് എന്നീ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.